അഹമ്മദാബാദ് വന്നിട്ട് ഇന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. മിനിഞ്ഞാന്ന് രാത്രി എത്തിയതാണ്. ഇന്നലെ രാത്രി നമ്മൾ കാണാൻ വേണ്ടി പോയത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും പോലെ അഹമ്മദാബാദ് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ഹബീബ് വ്ലോഗ്സ്. ഓൾ ഇന്ത്യ നേപ്പാൾ റോഡ് ട്രിപ്പ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ബ്രോ അപ്പു ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ എന്തായാലും ഫുള്ളായിട്ട് അവനുണ്ടാവും. എന്താ പറഞ്ഞു? पुराना हो गया ना, तो उसको गवर्नमेंट ने ऊपर जाने का बैन कर दिया। तो हम ही लोग झुलाते थे, यूट्यूब पे मेरी वीडियो भी होगी. എന്താണ് അത് ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കപ്പോൾ അങ്ങനെ കേരളം ഇറക്കില്ല. ആ അറ്റത്ത് സാധനം കണ്ടോ, അതൊരു ഉള്ളിൽ സ്പ്രിങ് പോലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അത് നമ്മളിങ്ങനെ പുഷ് ചെയ്താൽ ഇങ്ങനെ ആടുന്നു. ഓക്കെ, ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. ആയിക്കോട്ടോ. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജുത്തം മിനാർ. ഓക്കെ, ജുത്തം മിനാറാണ് ഗൈസ്. എൻ്റെ പൊന്നു, स्टोरी लिखा है इसका. ഓക്കെ. Elegant is appearance, its lower part are richly carved and its nice fold. 1454 ornamentations of varied patterns. In the north end of the prayer hall is the Malkhana or royal gate. ഗൈസ്, നമ്മൾ അകത്തോട്ട് പോവാണ്. ये मीनार पे जाने का गेट है. अभी इसको लॉक कर दिया है. ഓക്കെ. और मीनार के ऊपर जाके ऐसा दीवार पे हाथ रख के, और कोई अकेला इंसान भी ऐसा पुश करेगा, धक्का लगाएगा तो वो झूलने लगेगा. स्प्रिंग. അതായത് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് കയറി മുകളിലോട്ട് മിനാരത്തിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. അവിടെ പോയിട്ട് കുലിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അതിൻ്റെ മുകളിലുള്ള സംഭവം കുലുങ്ങുന്ന പറഞ്ഞത്. ആ കുലുങ്ങുന്ന എന്താണ്? അതായത് ഇതോ ഈ മിനാരോ? ഓക്കെ, ഭാഗത്തോട്ട് കയറാം. പക്ഷെ എന്താ നോക്കി നോക്കി നീ. 154 पिलर्स है. 154 154 पिलर्स तूण. उनके मम्मी का मकबरा है, मदर. उनके फैमिली मेंबर्स को भी दफन करा है. ओके. ये कुतुबुद्दीन अहमद शाह, मदर ऑफ सुल्तान अहमद शाह बादशाह की मदर का मज़ार है. और बाकी उनका फैमिली मेंबर्स है, दफन विधि करा हुआ है. ओके. इनकी याद में ये झूलती मीनार बनाई है. झूलती मीनार बीबी जी की मस्जिद, ये इनकी माँ की याद में इसको बनाया 1430 के अंदर. ओके. ओके. ഒരുപാട് നല്ല പഴക്കണ്ടല്ലോ ചേട്ടാ. അതൊക്കെ നല്ല എൻജോയ്മെന്റ് ആയിട്ടുണ്ട്. കാണാൻ പറ്റിയല്ലോ, അതിലും വലിയ ഭാഗ്യം എന്താ? വേറെ ഒന്നുമില്ല, ആള് നല്ല സപ്പോർട്ടാണ്. പിന്നെ ആളെല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോയി കാണിച്ചു തരാണ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടാക്കണമെങ്കിലല്ലോ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ. അതാണ് ഇതിൻ്റെ മുകളിൽ പോയിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് സ്പ്രിങ് പോലെ വർക്ക് ചെയ്യേ? മൊത്തമല്ല, ആ മേളിലെ ഭാഗം ഇങ്ങനെ ആടും. അവിടെ അല്ലേ? ഓക്കെ. അത് നമുക്കിതൊന്നും അറിയില്ല. മറ്റേ വന്ന് കണ്ട് നമുക്ക് മനസ്സിലായതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് തരിക, അത്രേ ഉള്ളൂ. ഇതാണ് അപ്പുവിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത. ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി. എൻ്റെ പേര് റൈസ് എന്നാണ്, ഇവരെന്നെ അപ്പു എന്ന് വിളിക്കും. ഞാൻ ഞങ്ങൾ കുറേ നാൾ പരിചയമുണ്ട്. ഇവൻ പെട്ടെന്ന് വിളിച്ചു പോന്നു, ഒന്നും നോക്കിയില്ല. അബി പറഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ഓക്കെ.
അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ 2 ആളും കൂടിയാണ് ആൾ ഇന്ത്യ നേപ്പാൾ റോഡ് ട്രിപ്പ് പോകുന്നത്. പൊളിക്കാല പോവോ? പൊളിക്കാം. ഇതേപോലെ വെറൈറ്റി സ്ഥലങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളൂ. भैया आपका नेम है? मेरा नेम रहमत अली। अहमद अली। हम लोग यहाँ बाजू खादे में इसका ध्यान रखना, देख रेख करना, ये सब हमारा काम है। करीब 4थी पीढ़ी है मेरे यहाँ। 100 बरस के ऊपर हो गया मेरे पूर्वजों को यहाँ। बाप दादा के टाइम से इसकी खिदमत करते हैं. അതായത് ആളുടെ അപ്പനും അതായത് ഫാദർ മുമ്പുള്ള ഗ്രാൻഡ് ഫാദർ അവർ തൊട്ടുള്ള ഇവിടെ ഉണ്ടെന്ന് അവരാണ് ഇവിടെ നോക്കി നടത്തുന്നത്. എനിക്ക് മനസ്സിലായി. നമുക്ക് ഇനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങാമല്ലോ അല്ലേ? ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ടാണ് പോണത്. അടുത്തത് എവിടെയാണെന്നുള്ളത് നോക്കണം. എവിടെയെന്നുള്ളത് എനിക്കും അറിയില്ല. ഇപ്പം നമ്മൾ അടുത്ത് വന്നിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ബൈ ആലം ദർഗ. ഇതാണ് നമ്മുടെ അഹമ്മദാബാദ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദർഗയാണ് കാണാനുള്ളത് കേട്ടോ. ഉള്ളിലിടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളിടണം. ഇവിടെയൊക്കെ ചെരുപ്പ് ഇടണം. ഗുദ്ബൈ ആലം കയറാൻ പറഞ്ഞുള്ളൂ. ഇതാണ് ദർഗ. എന്നിട്ട് ഒരുപാട് സ്ഥാനമുണ്ട്. എങ്ങനെയുണ്ട് അപ്പോൾ? എന്താ എവിടെയുണ്ട് ഒരുപാട് സ്ഥലം കാണാം. മൊത്തം അഹമ്മദാബാദ് ദർഗ കാര്യങ്ങളാണ്. അധികം കാണാനൊന്നുമില്ല. അടിപൊളി. നമുക്കെന്തായാലും ഇറങ്ങാം. ഇവിടെ നിറയെ ടൈസ് ബറി. कैमरा एनीवे बाय ओके कैमरा नो प्रमोशन ഓക്കെ ബൈ. ഇവിടെ വന്ന് നല്ല കുറച്ച് മനുഷ്യന്മാരെ കാണാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരെ ഡെക്കാത്ലോണിലേക്കാണ്. എനിക്ക് അവിടെ നിന്ന് 2-3 സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇവിടുന്ന് ഒരു 11 കിലോമീറ്റർ, അരമണിക്കൂർ റണ്ണിങ് ഉണ്ട്. നേരെ അവിടെ പോയിട്ട് ആ സാധനം എടുത്തതിന് ശേഷം നമുക്ക് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോകണം. റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പോയതിനു ശേഷം എനിക്ക് അവിടുന്ന് റൈഡിങ് ഗ്ലൗ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഗ്ലൗ ഡാമേജ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും പുതിയ ഗ്ലൗ എടുക്കണം. അപ്പോൾ അങ്ങനെ 2-3 ചെറിയ കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നാളെ നമ്മൾ നേരെ രാവിലെ അജ്മീറിലോട്ട് തിരിക്കും. അജ്മീറിലേക്കല്ല ഡയറക്റ്റ് നേരെ ഇവിടുന്ന് ഉദയ്പൂരിലോട്ടാണ് നേരെ നമ്മൾ പോകുന്നത്. ഓക്കെ, എന്തായാലും ഇന്നത്തോടെ ചെറിയ പണികളൊക്കെ മൊത്തം തീർക്കണം. അതാണ് ആദ്യത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ നാളെ ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഉള്ള ഏരിയയിലേക്ക് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. ഞാനുള്ളത് പറയാലോ, നല്ല മനുഷ്യന്മാരാണ്. അത്രയും സ്നേഹത്തോടെ നിന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും. ഒത്തിരി സ്നേഹമുള്ള മനുഷ്യന്മാർ, കാരണം അത്രയും സ്നേഹമുള്ള മനുഷ്യന്മാർ. എനിക്കിവിടെ വന്ന് ഇറങ്ങിയ പാടെ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടി. 2 പിള്ളേരെ ഇവിടെ നിന്ന് കിട്ടി. ഞാനുള്ളത് പറയാലോ, അടിപൊളി ചെറുക്കന്മാരാണ്. ഇത്രയും സ്നേഹമുള്ള ചെക്കന്മാർ. നമ്മളിന്നലെ മൊത്തം അവർ പുറത്തു കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തന്നത് മൊത്തം, നമ്മളെ കൊണ്ടുപോയത് മൊത്തം അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇത്രയും സ്നേഹമുള്ള പിള്ളേരാണ്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ആകെ അന്തം വിട്ടിട്ട് നിൽക്കുക. ഞാനൊക്കെ വിചാരിച്ചത് പറഞ്ഞാൽ നെഗറ്റീവ് വിചാരിച്ചിട്ടുണ്ടാകുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇങ്ങനെ ഒരിക്കലും പോസിറ്റീവായിരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ ഇവിടുത്തെ മെയിൻ ടൗണാണ് കേട്ടോ. മെയിൻ ടൗൺ നമ്മുടെ അവിടെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ മെയിൻ ടൗണുകളാണ്. എന്താ നോക്കി നോക്കാം, മിനാരം തന്നെ അല്ലേ ഇതിന് പറയുക? ഇല്ല, അതിന് വേറെ എന്തോ ഒന്ന് പറയും, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. പിന്നെ
ഞാൻ ഈ ഒരു യാത്ര തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എനിക്ക്. അതായത് ഞാൻ എന്താണെന്നോ കാണുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ എന്താണതെന്ന് മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചു വിടുക. ഓക്കെ, കാരണം തെറ്റുകൾ ഉണ്ടാവാതിരിക്കില്ല. കാരണം ഇതിനെപ്പറ്റി മൊത്തം പഠിച്ചിറങ്ങിയതല്ല ഞാൻ, മൊത്തമായിട്ട് വരച്ച് പഠിച്ച് അങ്ങനെ വന്നതല്ല ഞാൻ. നമ്മളിതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കില്ല. നമ്മൾ ഡെക്കാത്തോണിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. ഈ പാലം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എവിടെയൊക്കെ കാണാണ്ട് അഹമ്മദാബാദ് നോക്കിയ സമയത്ത് ഈ പാലം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് നടക്കാനേ പറ്റത്തുള്ളൂ. നോക്കാം, നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യാമെന്നറിയോ, ജസ്റ്റ് അവിടെ കയറാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇവിടെ അത്ര നല്ല ഏരിയകളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഡെക്കാത്തോണിലേക്ക് പോകുന്ന സമയത്താണ് ഇതൊക്കെ കാണുന്നത്. പോയിട്ടുള്ളിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കാത്തോണിൻ്റെ ഉള്ളിലെത്തി. നമുക്ക് ആദ്യം ടൈറ്ററിൻ്റെ കാര്യം നോക്കണം. പിന്നെ 2-3 സാധനം കൂടി ഉണ്ട്, പുറത്തെടുക്കണം. പിന്നെ അപ്പൂന് ഷൂ എടുക്കാനുണ്ട്. എന്താണ് ഇപ്പോൾ ഇതൊക്കെ പടലിൽ പൊറുക്കി വരിയിടുക? മൊത്തം പൊറുക്കി വരികയാണുണ്ട്. അപ്പൂ തണുപ്പിന് പ്രൊട്ടക്ഷൻ, തണുപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ്. അതെ, ഞാനെടുത്തു ഇതൊന്നൊരു ടൈറ്റർ. ഗൈസ് ഞാനെടുത്ത് ഗൈസ് ഇന്ന് അതെന്ന് പറയുന്നല്ലേ. പിന്നെ ഇത് ലാസ്റ്റ് കാണിച്ചു തരാം, ബില്ലടിക്കുമ്പോൾ കാണിച്ചു തരാം അല്ലേ. ഇനി എന്താ എടുക്കാൻ? നിങ്ങളും പറഞ്ഞില്ല പോകണമെങ്കിൽ ഒരു സൈക്കിൾ എടുത്തിട്ട് എന്നെ ഓളിൻ്റെ കൊടുത്തതിന് ഒളിഞ്ഞ വേണ്ട. സൈക്കിള് ഞാൻ കുറച്ച് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും എടുത്തു. സാധനങ്ങൾ കൂടിയിട്ടാ. ഇത് വന്നിട്ട് 1799. അതെ, ഈ ഹെൽമെറ്റ് കയ്യിൽ വെച്ചോട്ടോ. ഈ ഹെൽമെറ്റ് ഇവിടെ വെച്ചോ, ഇനി ഒന്നും എടുക്കാറില്ലല്ലോ. ഇല്ല ഇതൊന്നും വെച്ചോളൂ. ലാസ്റ്റ് ഇതാ ഒരു ബില്ലടിച്ച് തരും കേട്ടോ. ഞാൻ ഹെൽമെറ്റും കാശ് കൊടുത്ത് വാങ്ങി പുതിയത്. വിന്റർ ഗ്ലൗ. ഇതിങ്ങനെ നല്ലടാ. ബെറ്റർ സ്ഥാനം അവിടെ വെച്ചിട്ട് വേറെ എടുക്കാൻ മതി. ഞാൻ അതുകൊണ്ടല്ലേ ഇത് പരാജയിച്ചു. ഞാൻ അവിടെ തന്നെ വെച്ച് എനിക്ക് അത്രയും റിസ്ക് എടുക്കാൻ വയ്യ. ഇന്ന് വല്ലതും നടക്കുമോ? ഞാൻ എൻ്റെ രാജിക്കത്ത് വേറെ എന്തോ ഇതാണ്. പർച്ചേസിങ് കഴിഞ്ഞ വയസ്സ് ഒരു വലിയൊരു ബില്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണണ്ട? ഓക്കെ, കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ ചേട്ടാ. വട്ട് എന്താണ് അബി, സന്തോഷമായില്ലേ? കിട്ടിയപ്പോൾ പൈസ ഇങ്ങനെ പൊട്ടണ കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. നോക്കിയിട്ടല്ലോ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തല്ലേ പറ്റൂ. ഞങ്ങൾ പോവാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഇതാണ്ടോ ഇതൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയാണ് വണ്ടി. ജീവവേഗൻ കിടക്കണണ്ട, നമുക്ക് നമ്മുടെ കുതിര മതി. അതെ, നമ്മുടെ ജീവവേഗൻ ഉണ്ട്. എന്താണ് നമ്മുടെ ജീവവേഗൻ? നമുക്ക് പോവല്ലേ? നേരെ റൂം പോവാണ്. അപ്പം ഞാൻ നേരെ റൂമിൽ പോട്ടെ. എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.